തിരുവനന്തപുരത്ത് IS ബന്ധമുള്ള ഭീകരൻ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികൾ. SPG സംഘം വട്ടിയൂർക്കാവിലെ വീട്ടിൽ പരിശോധന നടത്തി. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ഭീകര സാന്നിധ്യം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് സ്വദേശിയായ സാദിഖ് ബാഷ പോലീസ് പിടിയിലാകുന്നത്. പോലീസ് സ്റ്റിക്കർ പതിച്ച വാഹനത്തിലായിരുന്നു ഇയാൾ തിരുവനന്തപുരത്തെത്തിയത്. വട്ടിയൂർക്കാവ് സ്വദേശിയാണ് സാദിഖിന്റെ ഭാര്യ. വിവാഹമോചനം ചർച്ച ചെയ്യാൻ പള്ളിയിലെത്തിയ സാദിഖ് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് പോലീസ് വിവരമറിയുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും. തുടർന്ന് കേന്ദ്ര ഏജൻസിയും SPGയും അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ഭീകര സാന്നിധ്യം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. SPG സംഘം വട്ടിയൂർക്കാവിലെ വീട്ടിൽ പരിശോധന നടത്തി. ഹാർഡ് ഡിസ്ക്, സിം കാർഡ് തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ തുടർച്ചയായി തിരുവനന്തപുരത്ത് വന്നു പോകുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ദുരൂഹത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. പലതവണ തിരുവനന്തപുരത്ത് ഇയാൾ വന്നുപോയിട്ടും പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല. IS തീവ്രവാദ കേസിൽ 2022 NIA കസ്റ്റഡിയിലെടുക്കുകയും 24 മാസം ജയിലിൽ കഴിയുകയും ചെയ്ത വ്യക്തിയാണ് സാദിഖ് ബാഷ. തമിഴ്നാട്, കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സാദിഖ് ഉൾപ്പെടുത്ത സംഘം പ്രവർത്തിച്ചതെന്ന് NIA കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.